ശബരിമല തീർത്ഥാടനത്തിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് NSS. തീർത്ഥാടനം സുഗമമായി നടത്താൻ സർക്കാരും ദേവസ്വം ബോർഡും ആത്മാർത്ഥമായി പരിശ്രമിച്ചു. സ്പോട്ട് ബുക്കിംഗ് പ്രശ്നം പരിഹരിച്ചത് അതിനുള്ള ഉദാഹരണമാണെന്നും NSS. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സനോജ്, ഇത്ര ലക്ഷം പേർ ചുരുങ്ങിയ കാലം കൊണ്ട് മുമ്പില്ലാത്ത വിധം ശബരിമലയിൽ എത്തിയെങ്കിലും ആ വെർച്വൽ ക്യൂ സംവിധാനം അടക്കം വിജയകരമാണ് എന്ന് ബോധ്യമാക്കുന്നു. മാത്രമല്ല, സർക്കാരിൻ്റെയും ദേവസ്വത്തിൻ്റെയും ഇടപെടൽ ഭക്തർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചു. ആധാർ കാർഡുമായി വരുന്ന ആർക്കും ദർശനം നടത്താം എന്നതിലേക്ക് എത്തുന്നു. ഇതിനെയൊക്കെയാണോ NSS ശ്ലാഘിക്കുന്നത്, സർക്കാരിനെയും ദേവസ്വത്തെയും? സനോജ് സുരേന്ദ്രൻ, തീർച്ചയായും ശബരിമലയിൽ നിരവധി പേർ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 63,000-ലധികം പേർ എത്തുന്നു. ഈ ആഴ്ച തന്നെ 1,00,000-ലധികം പേർ ദർശനം നടത്തി മലയിറങ്ങുന്നു. പക്ഷേ ഒരു പ്രശ്നങ്ങളുമില്ലാതെ, ഇത്രയധികം തിരക്കുണ്ടായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ ക്രമീകരിച്ചു. വിർച്വൽ ക്യൂ സംവിധാനം ഇത് വിജയകരമായി തുടരുന്നു. ഒപ്പം ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ദേവസ്വവും സർക്കാരും ഒരു ബുദ്ധിമുട്ടും ഭക്തർക്കുണ്ടാകാതെ തുടർന്നൊരു സാഹചര്യം സൃഷ്ടിച്ചത്. ഇതിന് പൊതുവിൽ അംഗീകാരമുണ്ടാകുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് NSSഉം ഇതിനെ ശ്ലാഘിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. വളരെ സമയബന്ധിതവും ക്രമീകരിച്ചും തന്നെയാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ, ദേവസ്വത്തിൻ്റെ ഇടപെടൽ. ശബരിമല തീർത്ഥാടനത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ നടത്തുന്നത് ശ്ലാഘനീയമായ നടപടിയും നിലപാടുമാണെന്ന് NSS പറയുന്നു. മാത്രമല്ല, സർക്കാരിനെ പുകഴ്ത്തി NSSൻ്റെ മുഖപത്രമാണ് രംഗത്തെത്തുന്നത്. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സനോജ്, ഇത്രയധികം ഭക്തരുണ്ടായിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഗമമായി ഈ തീർത്ഥാടന കാലത്ത് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ് ദേവസ്വത്തിൻ്റെയും സർക്കാരിൻ്റെയും ക്രെഡിറ്റ് എന്നത് പൊതുവിൽ അംഗീകരിച്ചു വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് NSSഉം അതിനെ ശ്ലാഘിച്ച് രംഗത്തെത്തുന്നത്. എന്തൊക്കെയാണ് NSSൻ്റെ മുഖപത്രം പറയുന്നത്? തീർച്ചയായിട്ടും തീർത്ഥാടനകാലം ആദ്യ 6 ദിവസങ്ങൾക്ക് എത്തി കഴിയുമ്പോൾ വളരെ സുഖകരമായ രീതിയിൽ ശബരിമലയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ സംതൃപ്തിയോടുകൂടി ദർശനം നടത്തി മലയിറങ്ങുന്നതിന്റെ മനോഹരമായ കാഴ്ചയാണ് സംവിധാനത്ത് കാണാൻ കഴിയുന്നത്. കാരണം സർക്കാർ കാലേക്കൂട്ടി നടപ്പാക്കിയ മുന്നൊരുക്കങ്ങളെല്ലാം ഫലപ്രദമായി ഗുണകരമായി എന്നുള്ളതാണ് തീർത്ഥാടകരിൽ നിന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ NSS ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള സംതൃപ്തി രേഖപ്പെടുത്തുന്നു. NSSന്റെ മുഖപത്രമായിട്ടുള്ള സർവീസസിലെ മുഖപ്രസംഗത്തിലാണ് സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് മുഖപ്രസംഗം വന്നിട്ടുള്ളത്. അതിൽ സർക്കാർ നടത്തിയ മുന്നൊരുക്കം ഫലപ്രദമായിരുന്നു, ഗുണകരമായി. തീർത്ഥാടകർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളിൽ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയക്കുഴപ്പം സർക്കാർ പരിഹരിച്ചു. അത് NSSന് വളരെയധികം സന്തോഷം നൽകുന്നു എന്ന തരത്തിലാണ് ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത്. കാരണം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത്രത്തോളം NSSനെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വരുന്ന തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് തന്നെ തീർത്ഥാടകർക്ക് ആവശ്യമായ അരവണ സ്റ്റോക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിലും തീർത്ഥാടക പാതയിലെ കാനനപാതയിൽ, പ്രത്യേകിച്ച് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന കാനനപാതയിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതുപോലെ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആദ്യ ദിവസം ക്ഷേത്രം തുറന്നപ്പോൾ കഴിഞ്ഞ വർഷം 14,000-ൽ പരം തീർത്ഥാടകരാണ് വന്നിരുന്നത് എങ്കിൽ ഈ വർഷം അത് 30,000-ന് മുകളിലെത്തുന്നു. ഓരോ ദിവസവും കഴിഞ്ഞ വർഷം 30,000-ഓളം തീർത്ഥാടകർ മാത്രമാണ് വൃശ്ചിക മാസം 1-ാം തീയതി ദർശനം നടത്തിയത് എങ്കിൽ ഇത്തവണ അത് 73,000-ലേക്ക് എത്തുന്നു. അങ്ങനെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവുണ്ടായിട്ടും യാതൊരു പ്രശ്നവുമില്ലാതെ, പ്രതിസന്ധിയുമില്ലാതെ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് കൺകുളിർക്ക് അയ്യനെ കണ്ട് വണങ്ങി മടങ്ങാൻ വേണ്ടിയുള്ള ക്രമീകരണം സർക്കാർ നടപ്പാക്കി.